രണ്ടുപേരും ഫൈൻകാന മദ്കൂറൻ ആ ഖൗലുന്നാഖർ അല്ലദീ ഹുവ നതീജയാണ് ഖൗലുന്നാഖർ കൊണ്ട് ഉദ്ദേശം അത് പറയപ്പെട്ടതായാൽ ഈ മാദ്ദത്തിഹി ആ ഖൗലുന്നാഖറിന്റെ മാദ്ദ കൊണ്ട് പറയപ്പെട്ടതായാൽ അൽ ഖൗലുന്നാഖർ അല്ലദീ ഹുവ നതീജത്തു വൽ മുറാദു ബി മാദ്ദത്തിഹി അല്ല ആ ഖൗലുന്നാഖറിന്റെ മാദ്ദ എന്നതുകൊണ്ടുള്ള ഉദ്ദേശമാകുന്നത് തർഫാഹു ആ ഖൗലുന്നാഖർ രണ്ട് തർഫാണ്. അതായത് അൽ മഹ്കൂമു അലൈഹിം വൽ മഹ്കൂമു ബിഹിമാണ്. അൽ മുറാദു ബി ഹൈഅത്തിഹി അതിന്റെ ഹൈഅത്ത് കൊണ്ടും ഉദ്ദേശം തർത്തീബാണ്. ശുഹറ മൂജബയാകണം, കുബറ കുല്ലിയാകണം എന്നൊക്കെ പറയത്തില്ല. അത്തർത്തീബുൽ വാഖിഉ ബൈന തറഫൈഹി സവാഉൻ തഹഖഖ ആ തർത്തീബ് തഹഖഖാകൽ സമമാണ്. ഫീ ളിംനിൽ ഈജാബിയാകാം അവി സൽബിയാകാം. അല്ല കാരണം സൽബിലാകാം എന്ന് പറഞ്ഞതിന്റെ കാരണം ഫഇന്നഹു തീർച്ചയായും കാര്യം ഖദ് യകൂനുൽ മദ്കൂറു ഫിൽ ഇസ്തിസ്നാഇ ഇസ്തിസ്നാഇയിൽ പറയപ്പെട്ടതാകും നഖീദൻ നതീജത്തി നതീജയുടെ നഖീദയാകും പറയപ്പെട്ടത്. മനസ്സിലായില്ല? കഖൗലിന് ഉദാഹരണം പറഞ്ഞുതരാം. ഇൻ കാന ഹാദാ ഇൻസാനൻ കാന ഹയവാനൻ ലാകിന്നഹു ലൈസ ബിഹയവാനിൻ. എന്താ അപ്പം നതീജ എന്ത് വരും? അന്ന ഹാദാ ലൈസ ബി ഇൻസാനൻ. ലൈസ ബി ഇൻസാൻ എന്നുള്ളത് നഖീദയല്ല, ഹാദാ ഇൻസാൻ എന്നല്ല. അൽ മദ്കൂറു ഫിൽ ഖിയാസി ഹാദാ ഇൻസാനൻ എന്നതാണ്. അല്ല ഖദ് യകൂനുൽ മദ്കൂറു ഫീ ചിലപ്പോൾ ആ നതീജയിൽ ആ ഖൗലുന്നാഖറിൽ പറയപ്പെടുന്നതാകും എന്താകും നതീജയുടെ അയിന് തന്നെ ആകും എന്ന്. പിന്നെ ഖദ് യകൂനുൽ മദ്കൂറു ഫിൽ ഇസ്തിസ്നാഇ അപ്പം ഇസ്തിസ്നായില്ലേ കേട്ടാ, ആ ഇസ്തിസ്നായിൽ പറയപ്പെടുന്നതാകും എന്താകും അയിനൻ നതീജ തന്നെ ആകും. ഖൗലിക ഫിൽ മിസാൽ മദ്കൂരി ലാകിന്നഹു ലൈസ ബി ഹയവാനിൻ എന്നതിന്റെ സ്ഥാനത്ത് ലാകിന്നഹു ഇൻസാനൻ എന്ന് പറയും. അപ്പോൾ ഇന്ദുജു എന്ന ആദാ ഹയവാനൻ. മനസ്സിലായില്ല? കാന ഹാദാ ഇൻസാനൻ കാന ഹയവാനൻ ലാകിന്നഹു ഇൻസാനൻ. അവൻ നതീജ എന്ത് വരും? എന്നാ ഫസ്തിസ്നാഇയ്യുൻ എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഈജാബിൽ നതീജയോടുകൂടെ തർത്തീബിലും ഈജാബിലും അത് മുത്തഫഖുൻ അലൈഹി. ഏതാ ഇന്ദുജു അന്ന ഹാദാ ഹയവാൻ എന്ന് പറഞ്ഞപ്പോൾ ഇന്നൽ മദ്കൂറ ഫിൽ ഖിയാസി കാന ഹയവാനൻ വഹുവ മുത്തഫഖുൻ മഅ നതീജത്തി ഫി തർത്തീബി വൽ ഈജാബ്. ഹാദാ ഇൻസാനൻ ഉണ്ടാ ഫൽ ഹയ്യത്തു മിൻ ഹൈദു തർത്തീബ് മദ്കൂറത്തു ഫിൽ ഖിയാസി. പിന്നെ കഖൗലിന ഇൻ കാനത്ത് ശംസു താലിയത്തൻ ഫന്നാർ മൗജൂദുൻ എന്ന് പറഞ്ഞു. ലാകിന്ന ശംസു താലിയത്തുൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഫന്നാർ മൗജൂദൻ വരും. ഫൽ ഖൗലുൽ ആഖിറു ഹദാ വഹുവ അന്നാർ മൗജൂദൻ എന്നുള്ള മദ്കൂറു ഫിൽ ഖിയാസി ബിമാദത്തി വഹയ്യത്തി എന്ന്. പിന്നെ ഫൈൻകാന മദ്കൂറൻ ഫീഹി ബിമാദ്ദത്തിഹി എന്താ ഇവാറത്തില് അല്ല മായക്കൂനു ഐനൻ നതീജത്തിയാകും ഔ നഖീദഹ ആകും. അല്ല അതിപ്പോ അവിടെ പറഞ്ഞത് ഇത്രേ പറഞ്ഞുള്ളൂ. ഫൈൻകാന മദ്കൂറൻ ഫീഹി എന്ന് പറഞ്ഞുള്ളൂ. അതായാൽ മദ്കൂറൻ ഫീഹി അല്ലെങ്കിൽ അതിന്റെ ആ ഖൗലുന്നാഖറോ ഇതിനോട് ശാരി വിശദീകരിച്ചെടുത്തിട്ടെന്ന് പറഞ്ഞു നഖീദിന്റെ നതീജയും പറഞ്ഞു. മനസ്സിലായില്ല? അപ്പൊ അത് മത്തിനകത്ത് സഹവ് സംഭവിച്ചതാണോ അതല്ല മുസന്നിഫ് റഹ്മഹുല്ലാഹ് ഇക്തിഫാ ചെയ്തതാണോ എന്ന വിഷയത്തിലൊക്കെ അവിടെ എന്തുണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. വേണ്ട ഫസ്തിസ്നാഇ ലിസ്തിമാലി അലാ കലിമത്തിൽ ഇസ്തിസ്നാഇ വയില്ല അതിന് ഏതാണ് കലിമത്തിൽ ഇസ്തിസ്നാഇ ലാകിൻ എന്നതാണ്. ഖൗലുഹു വയില്ല യാസിനോ ഉണ്ടോ? നമ്മൾ ഉറങ്ങണം ഉണ്ടോ? ലാകിൻ ഉണന്നോ? അതെപ്പോഴും ഉറങ്ങണം. ലാകിൻ
വയില്ല വയില്ലം യകുനിൽ ഖൗലുൽ ആഖറു മദ്കൂറൻ ഫിൽ ഖിയാസി മാദത്തി വയത്തി പറയപ്പെട്ടില്ല എങ്കിൽ വദാലിക അതെങ്ങനെ യകൂന മദ്കൂറൻ ബിമാദത്തി മാദയുണ്ട് ഹയ്യത്തില്ല ഉണ്ടാവും അവൻ ഖൗലുൽ ആഖറു മദ്കൂറൻ ബി ഹയ്യത്തി ആവും പിന്നെ പിന്നെന്താ ഇത് കാരണം ലായുക്കലു വുജൂദുൽ ഹയ്യത്തുണ്ടാവുകയില്ല മാദയില്ലാതെ. മാദയുള്ളിടത്ത് എന്ത് വേണം? വുജൂദുൽ ഹയ്യത്ത്. ഹയ്യത്തുള്ളിടത്ത് എന്താ? മാദ ഉണ്ടാവും. കഥാ ലായുക്കലു ഖിയാസൻ, ഒരു ഖിയാസും എന്ത് ചെയ്യില്ല അക്കലാക്കപ്പെടാൻ പറ്റുന്നതല്ല. എങ്ങനത്തെ ഒരു ഖിയാസ്? ലാ യസ്തമിഉ അലാ ശൈഇൻ മിൻ അജ്സാഇൻ നതീജത്തി അൽ മാദിയത്തി വസുവരിയത്തി, സുവരിയോ മാദിയായ നതീജകളുടെ ജുസുക്കളൊന്നും അതിൽ ഇസ്തിമാല് ചെയ്യാതെ വരുന്ന ഒരു ഖിയാസും ഉണ്ടാവുകയില്ല. ഈ പറഞ്ഞതിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ ഖിയാസ്. മനസ്സിലായില്ല? കഥാ ലായുക്കലു ഖിയാസൻ, ഒരു ഖിയാസിനെ അക്കൽ ചെയ്യപ്പെടാൻ പറ്റില്ല. എങ്ങനത്തെ ഒരു ഖിയാസ്? ലാ യസ്തമിഉ, ആ ഖിയാസ് ചുറ്റിയിട്ടില്ല അലാ ശൈഇൻ മിൻ അജ്സാഇൻ നതീജത്തി, നതീജയുടെ മൗദൂഅോ മഅമൂലോ ഒന്നും ഇല്ലാതെ ഒരു നതീജ ഉണ്ടാവോ? ഒരു ഖിയാസ് ഉണ്ടാവോ? അതില്ല. ومن هذا يعلم أنه لو حلف قوله بمادته وهيته എന്ന് പറയാതെ ഒരു മാദ പറഞ്ഞാൽ കാനാവില്ല. ഫഖ്തിറാനിയുൻ, ഇഖ്തിറാനി എന്ന് പറയാൻ കാരണം ലിഖ്തിറാനി ഹുദൂദുൽ മത്ലൂബ്, അല്ല മത്ലൂബിന്റെ ഹദ്ദുകൾ അതിൽ യോജിച്ചു വന്നിട്ടുണ്ട് എന്ന്. പിന്നെ യോജിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മാന എത്രയേ ഉള്ളൂ. ഹംലിയും ആവും അത് കേട്ടാ. ഏതാണല്ല അസ്ഗറു വല്ല ഔസത്തു, പിന്നെ വല്ല അക്ബറു. ഔസത്ത് എന്തായാലും പോവല്ലോ, കളയല്ലോ വേണ്ടാ. മത്ലൂബിന്റെ അതിൽ പെടില്ലല്ലോ ഔസത്ത്. പക്ഷെ ഔസത്തില്ലാതെ കാര്യം നടക്കുകയില്ല. പിന്നെ ഖൗലു ഹംലിയാകും, ഖിയാസ് ഹംലിയാകുന്ന എപ്പോഴാ? ശർത്തിയാകാതിരിക്കുമ്പോൾ. ശർത്തിയാവുന്ന എപ്പോഴാ? ഹംലിയാകാതിരിക്കുമ്പോൾ. എന്താ അയിൽ ഖിയാസു അൽ ഇഖ്തിറാനി യൻഖസിമു ഇലാ ഹംലിൻ വശർത്ത്, ലിഅന്നഹു കാരണം ഖിയാസാകുന്നത് ഇൻകാന മുറക്കബൻ ഹംലിയാത്തി സരിഫയത്തി, സരിഫായ തനിച്ച ഹംലിയാത്തിൽ നിന്നും മുറക്കബാണ് എങ്കിൽ ഫഹംലിയുൻ വല്ലാലമു മുത്തഗയ്യിറുൻ വകുല്ലു മുത്തഗയ്യിറിൻ ആദിദുൻ വല്ലാലമു ആദിദുൻ എന്ന്. വയില്ല തനിച്ച ഹംലിയല്ല, പിന്നെയോ മൊത്തം ശർത്തിയാവാം, അല്ലെങ്കിലോ ഒന്ന് ഹംലിയും മറ്റേ ശർത്തിയാവാം, അങ്ങനെയൊക്കെ. വയില്ലാബ ശർത്തിയൻ സവാഉൻ തറക്കമിന് ശർത്തിയാത്തി സരിഫത്തിയാകാം. നഹു കുല്ലമാ കാനത്തി ശംസു താനിയത്തൻ വന്നാറു മൗജൂദൻ ഒന്ന്, വകുല്ലമാ കാനൻ നഹാറു മൗജൂദൻ വല്ലാല മുദിയുൻ എന്ന്. അവ രണ്ടെണ്ണായി, സുഗറയും കുബറയായി. ഇനി പിന്നെ നത്തീജ മതി. ഫകുല്ലമാ കാനത്തി ശംസു താലിയത്തൻ വല്ലാല മുദിയുൻ ഔ തറക്കബ, അല്ലെങ്കിൽ ആ ഖിയാസ് തറക്കുബായി മിനൽ ഹംലിയത്തി വശർത്തിയത്തി, ശർത്തിയാലും ഹംലിയാനും തറക്കുബായി. വേണ്ട കുല്ലമാ കാന ഹാദ ശൈഉ ഇൻസാനൻ കാന ഹയവാനൻ ഒന്ന്, അത് ശർത്തിയാണ്. അപ്പൊ കുല്ലു ഹയവാനും ജിസ്മുൻ. വേണ്ട അപ്പൊ എന്ത് മനസ്സിലാവും? ഈ ശൈ ഇൻസാനാകുമ്പോൾ ജിസ്മാണെന്ന് മനസ്സിലാകും. فقدم المصنف رحمه الله മുന്തിച്ചു البعث عن الاقتراني الحملي എന്തിനേക്കാൾ على الاقتراني الشرطيനേക്കാൾ لكونه أبسط من الشرط. ഇനി അസ്ഗറെന്നും അക്ബറെന്നും ആർക്കെല്ലാം പേര് പറയും, എങ്ങനെയൊക്കെ പേര് വരുന്നത്? മൗദൂഇന് എന്ത് പറയും? മഅമൂൽ എന്ത് പറയും? മുഖററിന് എന്ത് പറയും? فموضوع المطلوب من الحمل يسمى أصغرا ومعموله أكبرا والمتكرر أوسطا. അസ്ഗർ എന്ന് പേര് പറയാൻ കാര്യം എന്താണെന്ന് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഈസാ പൂജയിൽ മറ്റൊന്നും കൊടുത്തിരുന്നു. പിന്നെ ബസ് എനിക്കൊരു അർജന്റായിട്ടൊന്ന്